നമസ്കാരം. ഇന്ന് സാധാരണയിൽ നിന്ന് മാറി കുറച്ച് നിങ്ങളുമായിട്ട് അടുത്ത് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയണം. കാരണം 2024 അവസാനിക്കണം. 2024 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. 2025 എന്ന് പറയുന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2024 ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായി. അതുപോലെ തന്നെ 800 ചില്ലുവാനം വീഡിയോസും ഞാനിതിലിട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ കമൻ്റ് ഉണ്ട്. ഏകദേശം 95,000 പുറത്ത് സബ്സ്ക്രൈബേഴ്സും. ഞാൻ ഇതുവരെ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്രയും സപ്പോർട്ട് ചെയ്ത, കൂടെ നിന്ന് മെസ്സേജ് അയച്ച മിക്ക ആൾക്കാരുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഒരു ഗുരുത്വമായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുകയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്ന് പറയുന്നത് എന്നെപ്പോലെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ്. കാരണം അതാണ് ഒരു ഫ്യൂവല്. കാരണം നമ്മൾ ഞാൻ കൂടുതൽ കമൻറ്റിനൊന്നും മറുപടി പറയാതെ നിൽക്കുന്നത് ഈ മറുപടികളെല്ലാം വീഡിയോയിലൂടെ തരണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ്. അപ്പം ഒരുപാട് വീഡിയോസിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചെയ്യാത്തതാണ്. ക്രിട്ടിസൈസ് ചെയ്തവരുണ്ട്, തെറിവിളി വെച്ചവരുണ്ട്, ഒരുപാട് ഞാൻ പൊട്ടനാണെന്ന് പറഞ്ഞവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ കൂടുതലും അത് ചിലപ്പം എൻ്റെ ഒരു ഭാഗ്യമായിരിക്കും. 90% കമൻറ്റുകളും നന്നായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ശാസ്ത്രം സംഭാവന ചെയ്ത ഋഷിമാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഈ ചാനൽ കാണുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും ചോദിക്കാറുണ്ട്, നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടും ഇതിനെന്താണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയും വ്യൂസേ കിട്ടുന്നുള്ളൂ? സാധാരണ ചെയ്യുന്ന ലോട്ടറി അടിക്കും, ഇന്ന മന്ത്രം ജപിച്ചാൽ ഇന്ന സിദ്ധി കിട്ടും എന്നൊക്കെ പറയുന്ന ചാനലുകൾക്ക് വരെ 200K മുകളിലുണ്ടല്ലോ, എന്താ കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി അങ്ങനെ എണ്ണം കൂട്ടി അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഞാനിതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന, ഇത് പഠിക്കാൻ ജിജ്ഞാസുക്കളായിട്ടുള്ളവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗത്തിലിരിക്കുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോസ് ആദ്യം മുതൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അസ്ട്രോളജിയുടെ ബേസിക്സ് എല്ലാം മനസ്സിലാവുകയും ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരുപാട് കഴിവുകൾ കിട്ടുകയും ചെയ്യും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഏകദേശം മാസ്റ്റർ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഏകദേശം ഒരു 160-165 കഴിഞ്ഞു. 1ാമത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞ എൻ്റെ ഗോൾ ഇതാണ്. ഇത് എത്രത്തോളം ആൾക്കാർക്ക് ഈ സബ്ജക്റ്റ് സാധാരണ നിലയിലേക്കും, ആൾക്കാർക്കൊരു ചിന്തയുണ്ട് ഞങ്ങൾക്ക് അസ്ട്രോളജി പഠിക്കാൻ പറ്റും, ഇത് വലിയ പാടല്ലേ എന്നൊക്കെയുള്ള ആ ചിന്ത മാറ്റി ഒരു ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയതും ചെയ്യുന്നതും. മാക്സിമം ക്വാളിറ്റിയിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, അല്ല എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മാക്സിമം വൃത്തിയായിട്ട് ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഐഡിയൽ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും സപ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നത് വിമർശനങ്ങളായിരിക്കും. ഇന്നതുപോലെ ചിന്തിക്കണം, ഇന്നതുപോലെ പഠിക്കണം, ഇന്നതുപോലെ തന്നെ അഭിപ്രായവും പറയണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറി സ്വന്തം ഒരു അഭിപ്രായം, സ്വന്തം ഒരു രീതി, എനിക്കിതാണ് ഇഷ്ടം, ഇതെനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളെന്നെ പൊട്ടനെന്നോ കിളിപോയ ആളെന്നോ എന്ത് വേണേലും വിളിച്ചാലും എനിക്ക് ഈ വിഷയത്തോടാണ് താല്പര്യം, ഇതിനകത്ത് ഞാൻ ശ്രമിക്കുന്നു, എനിക്കിതിൽ അനുഭവമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എനിക്ക് പറയുക എന്നുള്ളത് ഒരു ജീവിത ഉദ്ദേശമായതും എനിക്കിഷ്ടവുമാണ്, എനിക്കിത് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും ഒരുപാട് ആരും ചെയ്യില്ല. കാരണം വളരെ ഫോക്കസ്ഡായിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസോട് കൂടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് കൂടുതൽ. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ ധാരാളം ചെയ്തേക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഇത് ബേസിക് ഞാനിത് തുടങ്ങിയത് അസ്ട്രോളജി സബ്ജക്റ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തെ പറ്റിയും ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പം ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഭഗവതിയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതൊരു ഗുരുത്വമായിട്ട് കാണുന്നു, ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ ഇനിയും മുന്നോട്ട് നിങ്ങൾ താല്പര്യമുള്ളവരിത് കാണുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ലൈക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളുപരിയായിട്ട് നിങ്ങൾ കണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അനുഗ്രഹം ഈശ്വരൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നെ ലൈക്കും ചെയ്തോളൂ. അത്രയും മാത്രം മതി. ഗുരുപരമ്പരകളുടെ അനുഗ്രഹം എനിക്കുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇത് കാണുന്നവരും ഇത് ഇഷ്ടപ്പെടുന്നവരും പഠിക്കുകയും ചെയ്യുക. അപ്പം ഇനിയൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം ബർത്ത് ടു ഡെത്ത് എന്ന് പറയുന്ന ഒരു കാലയളവിനുള്ള യാത്രയാണ്. ഈ ഒരു വർഷം കഴിയുകയാണ്, 2025 തുടങ്ങുകയാണ്. നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, നമുക്കൊരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ കൂടെ ചേർന്ന് നിന്നവർ പലരും ചിലപ്പോൾ നമ്മളോട് നിന്നുണ്ടാവില്ല. ചിലപ്പോൾ കൂടെ ചേർന്ന് നിന്നവർ നമ്മളെ ചതിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോൺട്രിബ്യൂഷൻസ് പലതും പരാജയപ്പെട്ടിട്ടുണ്ടാവും, വിജയിച്ചിട്ടുണ്ടാവും. ഒരുപാട് അനുഭവങ്ങളുടെ കാര്യങ്ങൾ നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ജീവിച്ചല്ലേ പറ്റൂ, മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ അതിൽ ശരണം പ്രാപിക്കുക, ഈശ്വരനെ ശരണം പ്രാപിക്കുക. നിങ്ങൾ ചെയ്യാനുള്ള ദൗത്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. റിവെഞ്ച് മനസ്ഥിതിയോ അല്ലെങ്കിൽ ഗോസിപ്പോ അങ്ങനെ ഒന്നും വേണ്ട നമുക്ക്. അതെല്ലാം അതൊന്നും നമ്മുടെ ടൈപ്പിൽ പെടുന്നതല്ല. ഒരു പ്യുവർ സോളുകൾക്ക് പറ്റുന്നതല്ല അതൊന്നും. അപ്പം അതെല്ലാം തള്ളി ഒരുപാട് പാഠങ്ങൾ, പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളുക. കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ നമ്മൾ ചെയ്ത അബദ്ധങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഇനിയും വരാൻ പോകുന്ന വർഷം 2025 എന്ന് പറയുന്ന വർഷം വളരെ ഫോക്കസ്ഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഞാനും എനിക്ക് ചെയ്യാനുള്ള 2025 പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വീഡിയോ സീരീസ്, ഇന്ത്യയെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു വീഡിയോ സീരീസ് തന്ത്ര റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട്. അതും ഭംഗിയായിട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ അസ്ട്രോളജിയുടെ വീഡിയോസും കൂടെ കൊണ്ടുപോകാനും എൻ്റെ 2025 ഒരു പ്രധാന കാര്യമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ 2025 പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പോയതിനെയെല്ലാം തള്ളിക്കളഞ്ഞ്, പക്ഷേ വേദനിപ്പിച്ചതൊന്നും അല്ലെങ്കിൽ കിട്ടിയ പാഠങ്ങളൊന്നും മറക്കാതിരിക്കുക. എൻ്റെ ഗുരു എപ്പോഴും പറയും, ചതിച്ചവരോട് ക്ഷമിക്കാം, പക്ഷേ അത് മറക്കണ്ട. അതൊരു അനുഭവമായിട്ട് എടുത്ത് എല്ലാം ക്ഷമിച്ച് തള്ളി, നഷ്ടപ്പെട്ടതിനെല്ലാം തള്ളി, അതിനെക്കുറിച്ച് ആലോചിച്ച് പാസ്റ്റ് അതിനെപ്പറ്റി ആലോചിക്കാതെ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് പോവുക. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ചില സിറ്റുവേഷൻസൊക്കെ വരുമ്പോഴത്തേക്കും ചില മുറിവുകൾ നമ്മുടെ ഉള്ളിൽ വരും. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയത്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയത്, നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയതൊക്കെ വരും. അതൊക്കെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഒരു ഫ്യൂവലായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടദേവതയെയും ഗുരുക്കന്മാരെയും ശരണം പ്രാപിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. വിശ്വാസത്തോടു കൂടി ഒരു സംശയവുമില്ലാതെ ഈശ്വരനെ ശരണം പ്രാപിച്ച് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോയിക്കോളും. ഭഗവാൻ കാത്തോളും. 2025 ഒരു നല്ല വർഷമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം.